കൊച്ചിയുടെ നാടക ഇടവകകളിൽ നിന്ന് അൾത്താര സംഗീതത്തിൻ്റെ പിൻബലം ആത്മവിശ്വാസത്തിൻ്റെ തെളിവുമായി കടന്നു വന്ന നാടകധാരയിൽ സംഗീതത്തിൻ്റെ ഭൂമികയിൽ സ്വന്തം സിംഹാസനം ഉറപ്പിച്ച് പിന്നീട് ലളിത സംഗീതത്തിലേക്കും അപൂർവമായി മാത്രം ചലച്ചിത്ര സംഗീതത്തിലേക്കും കടന്നു വന്ന് അവിടെയും ഇതാ ആത്മാർപ്പണത്തിൻ്റെ രാഗശോഭയുമായി ഞങ്ങളുണ്ടായിരുന്നു എന്ന് അനിഷേധ്യമാംവിധം കാലത്തിൻ്റെ താളിൽ രേഖപ്പെടുത്തി വെച്ച് പിൻവാങ്ങിയ സംഗീത സംവിധായകരാണ് ജോബും ജോർജും. PG ആൻ്റണിയോട് ചേർന്ന് കൊച്ചിയിലെ നാടക പ്രഭുക്കന്മാരായിരുന്ന എഡ്ഡി മാസ്റ്ററോട് ചേർന്ന് അങ്ങനെ കൊച്ചിയുടെ നാടക സംഗീത സംസ്കൃതിയുടെ പണിപ്പുരകളിലെ നിത്യസാന്നിധ്യമായിരുന്ന അർജുനൻ മാസ്റ്ററുടെ സഹയാത്രികരായി സഹവർത്തിച്ചുകൊണ്ട് ഇവിടെ ജോബും ജോർജും അർജുനൻ മാസ്റ്ററോടൊപ്പം തങ്ങളുടെ സഹയാത്രികനായിരുന്ന ശിവനടക്കമുള്ള മറ്റു ചിലരോടുമൊപ്പം ലളിത സംഗീതത്തിൻ്റെ മനോഹരമായ മനം മയക്കുന്ന ഒരുപാട് ഗാനതല്ലജങ്ങൾ സൃഷ്ടിച്ചു. അവയിൽ ചിലത് കാലം അതിൻ്റെ ചിറകിലേറ്റിക്കൊണ്ട് അതിൻ്റെ ആത്മാവിലേറ്റിക്കൊണ്ട് മറുതീരത്തിലേക്ക് ഇവർ കടന്നു പോയപ്പോഴും മനുഷ്യ സമൂഹത്തിൻ്റെ കേൾവിതലങ്ങളിലേക്ക് അനുസ്യൂതം നിരന്തരം അവിഘ്നം തുടർച്ചയായി എത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജോബൻ ജോർജ് സംഗീതം പകർന്ന, യേശുദാസ് മുൻകൈയെടുത്ത് ഏകോപിപ്പിച്ച് അവതരിപ്പിച്ച യേശുദാസ് മീഡിയ ലിമിറ്റഡ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം രൂപപ്പെടുത്തിയെടുത്ത ഒരു ലളിത സംഗീത ആൽബത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ് നാം ഇന്ന് കാവ്യാമൃതത്തിൽ ആദ്യം കേൾക്കുന്നത്. 4 ഗാനരചയിതാക്കളാണ് ഈ ആൽബത്തിന് വേണ്ടി തങ്ങളുടെ അക്ഷരാർപ്പണം നടത്തിയിട്ടുള്ളത്. ആൻഡ്രൂസ് കൊല്ലന്നൂർ, AK പുതുശ്ശേരി, അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. കൊർണേലിയൂസ് എലഞ്ഞിക്കൽ എന്ന് പറയുന്ന പരമാചാര്യ പദവിയിലേക്ക് എത്തിയ വൈദിക ശ്രേഷ്ഠൻ. ഒപ്പം കൊച്ചിയുടെ സ്വന്തം ആത്മഗീതങ്ങളെ സംഗീതത്തിൻ്റെ മുത്തുകളാക്കി കാലത്തിൻ്റെ താളിൽ നിവേശിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ക്രിയാത്മകമായ പങ്കാളിത്തത്തോടൊപ്പം തന്നെ തൻ്റെ സംഘാടക പാഠവും ഹൃദയാർച്ചന പോലെ ഇവിടെ സമർപ്പിച്ച മൈക്കൽ പനക്കലച്ചൻ, CSC എന്ന പേരിൽ വിസ്തൃതമായ ഇന്നും സജീവ സാന്നിധ്യമായി നില തുടരുന്ന ഒരു കലാവിദ്യാലയത്തിൻ്റെ സ്ഥാപകനും പരമാത്മാവുമായിരുന്ന മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ 4 പേരാണ് ഈ ആൽബത്തിലെ പാട്ടുകൾക്ക് വേണ്ടി തൂലിക കയ്യിലെടുത്തത്. ഈ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ജോബ് മാഷും ജോർജ് മാഷുമാണെന്ന് നാം നേരത്തെ തന്നെ പറഞ്ഞു. റോസി എന്നൊരു ചിത്രത്തിന് വേണ്ടി ജോബ് മാസ്റ്റർ ഒരുക്കിയ അല്ലിയാമ്പൽ കടവിൽ നരയ്ക്ക് വെള്ളം എന്ന് പറയുന്ന ഒരൊറ്റപ്പാട്ട് മതി ചലച്ചിത്ര സംഗീതധാരയിൽ ജോബ് മാസ്റ്റർക്ക് എക്കാലത്തേക്കുമായൊരു സിംഹാസനം പതിച്ചു നൽകുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുവാൻ. അതുപോലെ ലളിത സംഗീത രംഗത്ത് ജോർജ് മാഷ് നടത്തിയിട്ടുള്ള ഒരുപാട് സംഭാവനകളും നമ്മുടെ മനസ്സിൽ ഒരു പുനർകേൾവി മാത്രമുണ്ടായാൽ മതി നിറതുളുമ്പി ഇപ്പോഴും ഉണർന്നു വരും എന്നുള്ള സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആൽബത്തിന് വേണ്ടി ജോബും ജോർജും ചേർന്ന് ഈണം പകർന്നൊരു ഗാനമാണ് കാവ്യാമൃതം ആദ്യമായി ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ആൽബത്തിൽ ഗാനമാലപിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ യേശുദാസാണ്. ഇവിടെ സെലിൻ ജോസും.
പാപബോധത്താൽ നേറിത്തളർന്ന് മനസ്സ് തകർന്ന് ജീവിതം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കരുണാമയനായ താത അങ്ങ് പാപമോചനത്തിൻ്റെ ആ ഒരു സ്വപ്ന സാന്നിധ്യം സാക്ഷാത്കരിച്ച് ഞങ്ങൾക്ക് സ്വന്തമാക്കി തന്ന് ജീവൻ്റെ പ്രത്യാശയും ജീവൻ്റെ രക്ഷയും ഞങ്ങളുടെ ആത്മാവിൽ പെയ്തിറക്കി ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ വീണ്ടും ഉണർത്തൂ, ഞങ്ങളെ വീണ്ടും ജീവിത യുദ്ധത്തിന് പ്രാപ്തരാക്കൂ എന്ന അർത്ഥനയാണ് ഈ ഗാനം നിവർത്തിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ സ്വർഗീയ രാഗം എന്ന അതിമനോഹരങ്ങളായ ഗാനങ്ങൾ അടങ്ങുന്ന ഒരു ക്രൈസ്തവ സംഗീത ആൽബത്തിൽ നിന്നുള്ള ഗാനമാണിത്. ഇനി നാം കേൾക്കുന്നത്. അന്നത് പാടിയത് യേശുദാസാണ്. ഇവിടെ നമുക്ക് വേണ്ടി KL ആൻ്റണി പാടുന്നു. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് എഴുതിയത് ആര്? എവിടെയോ ഒരു രേഖയിൽ കാണാനിടയായി അത് വയലാറാണെന്ന്. പക്ഷെ 1999 വയലാറിൻ്റെ ഒരു രചന എന്ന് പറയുന്നത് സന്ദേഹമുണർത്തുന്നു. അതുകൊണ്ട് വയലാർ എന്ന് നമുക്ക് തറപ്പിച്ച് പറയുവാനാകുന്നില്ല. മറ്റൊരു സാധ്യതകൾ തേടി അതിനെക്കുറിച്ച് നാം അന്വേഷിച്ചു പോയപ്പോൾ കാണുന്നത് അൺകാറ്റഗറൈസ്ഡ് എന്നാണ് ഇതിലെ ഗാനരചയിതാവിനെയും സംഗീത സംവിധായകനെയും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരം ഒരു പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ അത് ആരെന്ന് കൃത്യതയോടുകൂടി ചൂണ്ടിക്കാട്ടാനാവുന്നില്ല. അജ്ഞാതമായ ഒരു കവിഹൃദയം, ആ ഹൃദയത്തിലെ രാഗഭാവങ്ങളെ അക്ഷരചാർത്തുകളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഒരു പ്രാർത്ഥനാ ഗീതമായി. അതേപോലെ അജ്ഞാതനായ ഒരു സംഗീതകാരൻ തൻ്റെ ഹൃദയാർപ്പണം കൊണ്ട് ആ വരികളിൽ അർത്ഥനയുടെ ജ്വലിക്കുന്ന ദീപ്തി പകർന്നു തന്നുകൊണ്ട് അത് ഈശ്വര സമക്ഷമുള്ള ഒരു അർച്ചനയുടെ സമർപ്പണമാക്കി നമുക്ക് പകുത്തു തരുന്നു. ആരായിരുന്നാലും ഈ ഗാനരചയിതാവിൻ്റെയും സംഗീത സംവിധായകൻ്റെയും മുമ്പിൽ നമുക്ക് ഈ പാട്ട് നൽകുന്ന സങ്കീർത്തനത്തിൻ്റെ സുവിശേഷ ദീപ്തിയുടെ പേരിൽ നമ്മുടെ ശിരസ്സുകൾ നമിക്കാം. അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന കലർപ്പില്ലാത്ത വിശുദ്ധമായ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ആ നല്ല സൗരഭത്തിനെ കൈകൂപ്പി തൊഴാം. കാരണം ഈ ഗാനം പേറുന്നത് അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ സുവിശേഷ ഗീതമാണ്. താരിളം മെയ്യിൽ രുതിരം ചൊരിഞ്ഞ് ക്രിസ്തുദേവൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ലോകരക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായി കുരിശിൽ തൂങ്ങി നിൽക്കുമ്പോൾ തീ കാഞ്ഞ് അവനവൻ്റെ ആത്മാവിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്നും ഒരു ഭീരുവിനെ പോലെ സ്വയം പകുത്തുമാറ്റി നിന്നുകൊണ്ട് തീ കാഞ്ഞുകൊണ്ട് നിർദ്ദയം അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയേണ്ടി വന്നു ശമവോന്. നാഥാ, നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശമോവൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത്, നീ പാറയാകുന്നു, ഈ പാറമേൽ, വിശ്വാസത്തിൻ്റെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പടുത്തുയർത്തും. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന വലിയ ദൗത്യം ക്രിസ്തുദേവനെ ഏൽപ്പിച്ച ശമയോനാണ് കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം യേശുദേവനെ തള്ളിപ്പറഞ്ഞത്, ഞാനിവനെ അറിയുന്നില്ല എന്ന്. അറിഞ്ഞുകൊണ്ടിരിക്കെ അറിയാത്ത ഭാവത്തിൽ ഞാൻ അറിയില്ല എന്ന് പറയുവാൻ ചില പ്രത്യേക സാഹചര്യത്തിൽ നിർബന്ധിതമാകുമ്പോഴുള്ള മനുഷ്യാവസ്ഥയുടെ അതിഭീകരമായ നൊമ്പരങ്ങളെ, ആത്മവ്യഥകളെ, പീഡനങ്ങളെ ഒരു നിമിഷത്തേക്ക് ഐതിഹാസികമായ ഉൾവേവോടുകൂടി നമ്മുടെ മുമ്പിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തി തരികയാണ് കാലം. പ്രഭാതത്തിൻ്റെ ബേരി ഉണരുമ്പോൾ, സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അനുതാപത്താൽ നീറുന്ന ഹൃദയവുമായി എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിപ്പറഞ്ഞുവല്ലോ എന്ന നൊമ്പരത്തിൻ്റെ തീരാ കയത്തിൽ കിടന്നുകൊണ്ട് വേവുന്ന തേങ്ങുന്ന പത്രോസിനെയാണ് നാം കാണുന്നത്. ശമവോൻ്റെ മാനസാന്തരമല്ല, ശമവോനിൽ സൃഷ്ടമായി കഴിഞ്ഞ പുതിയ പിറവിയിലേക്കുള്ള ശമവൻ്റെ പത്രോസിൻ്റെ ഒരു പുനരൈക്യമാണ്, ഒരു പുനർചേരലാണ്. ഈ ഒരു രാവ് ഉണർന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പുനർസമർപ്പണം പോലെ നാം കണ്ടെടുക്കുന്നത്, വായിച്ചറിയുന്നത്. ഈ പരിവൃത്തത്തിൻ്റെ ആശയ ഗരിമയെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗാനരചന നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന് സംഗീതം പകർന്നിട്ടുള്ളത്, ഇത് ആലപിക്കപ്പെട്ടിട്ടുള്ളത്.
മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരയായി തീയും കാഞ്ഞ് നിർത്തയം ശിമയോ നിന്നു. സൗമ്യതയാ ആഴങ്ങളെ യേശു പുൽകി നിന്നു. നോക്കിലേ ശോക സൗമ്യതയാ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരയായി തീയും കാഞ്ഞ് നിർത്തയം ശിമയോ നിന്നു. കോഴി കൂകുവോളവും കർത്താവിനെ മറന്നു. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. സ്നേഹാർദ്രതേ എത്ര നാളുകളാ നീ നോക്കിയൻ പാപവീക്ഷകളിൽ. സ്നേഹാർദ്രതേ എത്ര നാളുകളാ നീ നോക്കിയൻ പാപവീക്ഷകളിൽ. പാറ പോലെ നിന്ന ഹൃദയം ഇന്നിതാ തേങ്ങി. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരയായി തീയും കാഞ്ഞ് നിർത്തയം ശിമയോ നിന്നു. കോഴി കൂകുവോളവും കർത്താവിനെ മറന്നു. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. കാവ്യാമൃതം. മലയാളത്തിലെ ക്രൈസ്തവ ഭക്തിഗാനധാരയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇതേ പങ്ക്തിയിൽ പലപ്പോഴും മുമ്പേ പറഞ്ഞിട്ടുള്ള ചില പേരുകളുണ്ട്. അത് അർണോസ് പാതിരിയിൽ നിന്ന് ആരംഭിക്കുന്നു, ചാവറ വിശുദ്ധനിലൂടെ തുടരുന്നു. വർത്തമാന കാലഘട്ടത്തിൻ്റെ സമീപ പർവ്വത്തിലേക്ക് എത്തുമ്പോൾ നാം ആദരവോടെ പറയേണ്ട ചില പേരുകൾ കൂടി ആ കൂട്ടത്തിൽ എന്നും നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. അതിൽ
ആബേലച്ഛനുണ്ട്, മൈക്കിൾ പനക്കൽ അച്ഛനുണ്ട്. അവരെക്കാൾ മുമ്പെയോ ഒപ്പമോ എന്ന് നമുക്ക് വേർതിരിച്ച് പറയാനാവാത്ത വിധം തൻ്റെ പ്രകാശന വൈഭവം കൊണ്ട് കാലത്തെ മോഹിപ്പിക്കുന്ന വരികൾ എഴുതി നമ്മുടെ മുമ്പിൽ കാലാതിശയായി നിൽക്കുന്നു കൊർണേലിയസ് എലഞ്ഞിക്കൽ എന്ന പരമാചാര്യനായ വൈദിക ശ്രേഷ്ഠൻ. കൊർണേലിയസ് പിതാവിൻ്റെ വൈഭവം ഏത് ധാരയിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. ആരായിരുന്നു അദ്ദേഹം? ശാസ്ത്രജ്ഞനായിരുന്നോ, കവിയായിരുന്നോ, അതോ ഭാഷാ പണ്ഡിതനായിരുന്നു? ഇത് മൂന്നുമായിരുന്നു. ഇത് മൂന്നും ഈശ്വര സന്നിധാനത്തിലേക്കുള്ള ഹൃദയസമർപ്പണത്തിനുള്ള 3 ധാരകളായിരുന്നു അദ്ദേഹത്തിന്. ഇവിടെ പൂർവ്വസൂരികൾ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നാം മടങ്ങുകയാണ്. ശാസ്ത്രവും കലയും ആത്മീയതയും ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് വ്യത്യസ്ത ചാലുകളിലൂടെ പരമമായ സത്യത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളുടെ ഉണ്മയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള 3 യാനങ്ങളാണ്, 3 അന്വേഷണ സഞ്ചാരപാതകളാണ്. അവ കണ്ടെത്തുന്നത് ഒരേ ഉണ്മയെയാണ്. അവ വരുംകാലത്തിന് വേണ്ടി രേഖപ്പെടുത്തി തരുന്നതും ഒരേ ഉണ്മയുടെ ഭാവാന്തരങ്ങളെയും ഭാവാനന്തരങ്ങളെയുമാണ് എന്ന്. അതെ, എലഞ്ഞിക്കൽ പിതാവിൻ്റെ മനസ്സ് ശാസ്ത്രത്തെയും ആത്മീയതയും സാഹിത്യത്തെയും ഒരേപോലെ പ്രാർത്ഥനാ ജപം പോലെ ഉരുക്കഴിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യമാണ്. അതിലളിതമായ പദങ്ങൾ കൊണ്ട് താളക്രമത്തിൽ ഇടചേർന്ന് വരുന്നതിലെ ചില പ്രത്യേക ദീക്ഷകൾ തികച്ചും നൈസർഗികമായി സ്വാഭാവികമായി ഉൾവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിവർത്തിച്ചിട്ടുള്ള ഈ മനോഹരമായ രചന. ജോബൻ ജോർജിൻ്റെ മനോഹരമായ സംഗീതം, ആലാപനം യേശുദാസ്. ഇവിടെ നമുക്ക് വേണ്ടി ജിനു ഈ ഗാനം ആലപിച്ചിരിക്കുന്നു. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാത്തേട പോ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാത്തേട പോ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. വാനിലെ മാധുര്യ സിന്ധു നീ ആനന്ദത്തെ പുഴയിങ്ങൊഴുക്കൂ. നീയല്ലോ ജീവൻ, നീയല്ലോ സത്യം, നീ താൻ പ്രകാശം യേശു മഹേശ. ജീവദാതാ സ്നേഹരാജാ ആത്മനാഥാ നീ വരിക.
പ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. യേശു മഹേശ, നീയല്ലോ സത്യം, നീയല്ലോ ജീവൻ, നീയല്ലോ പ്രകാശം. ആനന്ദ തേന്മഴ ചൊരിഞ്ഞ് എൻ്റെ ദാഹമകറ്റൂ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. അനുഗ്രഹത്തിൻ്റെയും അങ്ങയിലുള്ള സാക്ഷാത്കാരത്തിൻ്റെയും തേനമൃത് ചൊരിഞ്ഞ് എൻ്റെ ജന്മം സഫലമാക്കൂ എന്ന അർത്ഥനയ്ക്ക് അക്ഷരം കൊണ്ട് കൊർണേലിയസ് എലഞ്ഞിക്കലും സംഗീതം കൊണ്ട് ജോബ് മാഷും ജോർജ് മാഷും ആലാപനത്തിലെ ആത്മസമർപ്പണം കൊണ്ട് യേശുദാസും ഒരുപോലെ നിറവ് പകർന്ന ഒരു ഗാനമാണ് നാം ഇന്ന് കേട്ടത്. സക്രാരിയിലും അൾത്താര മുമ്പിലും അതല്ലെങ്കിൽ വേദോപദേശ ക്ലാസ്സുകളിലും പള്ളിക്കൂട്ടായ്മകളിലും മാത്രം ആലപിക്കുവാനുള്ളതാണ് ക്രൈസ്തവ ഭക്തിഗീതങ്ങൾ എന്ന് കരുതിയിരുന്നൊരു കാലഘട്ടത്തെ പാടെ വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും രൂപകങ്ങൾ മാറി വരുമ്പോഴും പരമമായ സത്യത്തോടാണ് നമുക്ക് പലതും അർത്ഥിക്കുവാനുള്ളത്. പരമമായ ഉണ്മയുടെ മുമ്പിലാണ് നാം അവനമ്രമായി നിൽക്കുന്നത്. നാം തേടുന്നത് സത്യത്തെയാണ്, തേടുന്നത് ജീവനെയാണ്, തേടുന്നത് പ്രകാശത്തെയാണ് എന്ന അതിൻ്റെ അതിവിശാലമായ ഒരു കാഴ്ചവൃത്തത്തിലേക്ക് ഭക്തിഗാനങ്ങളെ ഒരേ ശ്രേണിയിൽ ഇടചേർക്കാൻ പാകത്തിന് നമുക്ക് ആ വിരുദ്ധത്തിൽ വീണപ്പെടുത്തി ആലപിച്ച് രചിച്ച് പകർന്നു തന്ന സുമനസ്സുകളായ സംഗീതകാരന്മാരുടെ മുമ്പിലുള്ള ഒരു നൈവേദ്യാർപ്പണം കൂടിയായി മാറുകയാണ് ഇത്തരം ഗാനങ്ങളും. ഇത്തരം ഗാനങ്ങളിലൂടെയുള്ള അവർ പകർന്നു തന്ന ആശയങ്ങളും അവയ്ക്ക് ഈണത്തിൻ്റെ ചിറകുകൾ വിടർത്തി അവ നമ്മളെ മനസ്സിൽ ഉണർത്തുന്ന അനുഭൂതികളും ആലാപനത്തിലൂടെ അവയ്ക്ക് ലഭിക്കുന്ന ഭാവ പ്രകാശനത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളും കൂടി ചേർന്നുള്ള നമ്മുടെ ഈ അവയെക്കുറിച്ചുള്ള നമ്മുടെ ഈ അനുധ്യാനത്തിലൂടെ ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയം പാടേണ്ടിയിരുന്ന, നമ്മുടെ ഹൃദയം മൗനമായി മൂളിയിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നാളെ പാടുവാനിരിക്കുന്ന നമ്മുടെ മനസ്സ് മാത്രമല്ല കാലത്തിൻ്റെ മനസ്സ് ഏറ്റുപാടുവാനിരുന്ന ഒരുപാട് അമൃതനിഷ്യന്തികളായ സംഗീതത്തിൻ്റെ തേനരുവികളോട്, തേൻമൊഴികളോട്, തേൻമുത്തുകളോടുള്ള നമ്മുടെ ഹൃദയാർച്ചനയാണ്, നമ്മുടെ ആത്മാർപ്പണ തുല്യമായ നമോവാകമാണ് കാവ്യാമൃതം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യ